പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ ആയിട്ട് SC/ST വിദ്യാർത്ഥികൾ 135 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾ 540 രൂപയും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ അവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. മാൻഡേറ്ററി ഫീ ആണ് നിങ്ങൾ അലോട്ട്മെന്റ് അഡ്മിഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നത്. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കാത്തിരിക്കുക. സെക്കൻഡ് തേർഡ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനൊക്കെ വരാനുണ്ട്. അതുവരെയുള്ള കാത്തിരിപ്പ് നിങ്ങൾ തുടരുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട അവസാന സമയം എന്ന് പറയുന്നത് 25-ാം തീയതി ജൂൺ 25 വൈകുന്നേരം 5 മണി വരെയാണ്. ജൂൺ 25 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ അത് ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾക്ക് 8ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ 8ന് മുകളിലുള്ള 1 മുതൽ 7 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ. തൃപ്തികരമല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കാത്തിരിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കോളേജിൽ യാതൊരു തരത്തിലുള്ള അഡ്മിഷൻ നടപടികളും ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. അതുപോലെ തന്നെ പേയ്മെന്റ് കൃത്യമായിട്ട് നാളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.